നമ്മളൊക്കെ നമ്മളായിരിക്കുന്ന സഭകളിൽ പഠിച്ചിട്ടുണ്ട് എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. വേദപാഠ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ അറിയുവാനും അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ സേവിക്കുവാനുമാണ്. ഇനി ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് മാനുഷികമായ അവസ്ഥയിൽ നിന്ന് ചിന്തിച്ചാൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ അറിയണമെങ്കിൽ, രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ അറിയണമെങ്കിൽ അവരാദ്യം ഒരു സ്നേഹബന്ധം പുലർത്തണം, പരസ്പരം ഒന്ന് പരിചയപ്പെടണം. ഒരു വിവാഹബന്ധത്തിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ഒന്ന് കണ്ടുമുട്ടി, അതിനുശേഷം വിവാഹം കഴിച്ച് അവർ തമ്മിൽ പരസ്പരം ഒന്ന് അറിയണം. രണ്ട് വ്യക്തികൾ തമ്മിൽ അറിയുമ്പോഴാണ് സ്നേഹം കടന്നു വരിക. ഇപ്രകാരം ദൈവം പറയുന്നു, എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അവിടുത്തെ അറിയുവാൻ. അറിയാത്ത ഒരു ദൈവത്തെ, കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കേണ്ടത് അവിടുത്തെ അറിയുക എന്നുള്ളതാണ്. അറിയുന്ന ഒരു ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുക. ഇന്ന് പാപത്തിൻ്റെ ഫലം കടന്നു വന്നപ്പോൾ അറിവും സ്നേഹവും മാറി. എന്നാൽ എല്ലാവരും പറയും അവർ ദൈവത്തെ സേവിക്കുകയാണെന്ന്. അത് വാസ്തവത്തിൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. സേവനം ദൈവം തന്നെ ആ ഓർഡർ വച്ചിരിക്കുകയാണ്. സേവനം വരുന്നത് സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ്. സ്നേഹം വരുന്നത് അറിവിലൂടെയാണ്. അപ്പോൾ ഈ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് ഇന്ന് അറിയുക? എപ്രകാരമാണ് ദൈവം എൻ്റെ മുമ്പിൽ അവതരിക്കപ്പെടുക? അവിടെയാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. ദൈവത്തിൻ്റെ വചനം ദൈവമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമാണ്. വചനം ദൈവമാണ്. ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ട് എഴുതപ്പെട്ട ഈ വചനങ്ങൾ, ആ വചനം അച്ചടിച്ചു വച്ചിരിക്കുന്ന ഈ വചനങ്ങളല്ല, ആ വചനത്തിൻ്റെ പിന്നിലുള്ള ദൈവാത്മാവിൻ്റെ സന്ദേശങ്ങളാണ് ദൈവവചനം. ആ വചനമാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ ഞാൻ അറിയണമെങ്കിൽ എത്രമാത്രം ഞാൻ വചനത്തിൽ ജീവിക്കുന്നുവോ, വചനം വായിക്കുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, പഠിക്കുക മാത്രമല്ല, പ്രസംഗിക്കുക മാത്രമല്ല, എത്രമാത്രം ഞാൻ ഈ വചനം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഞാൻ അതനുസരിച്ച് ജീവിക്കുമ്പോൾ ആ വചനം എന്നിൽ മാംസം ധരിക്കുക. കന്യകാമറിയത്തിൽ വചനം മാംസം ധരിച്ചതുപോലെ ഈ വചനം എന്നിൽ മാംസം ധരിക്കുക. ഞാനും ദൈവവും തമ്മിലൊരു കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. എൻ്റെ ദൈവത്തെ ഞാൻ അറിയുന്നത് ഈ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ഈ വചനം ഞാൻ മാറ്റി വെച്ചിട്ട് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ നല്ല ജീവിതത്തിലൂടെ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, എൻ്റെതായ പ്രാർത്ഥനാ രീതികൾ, എൻ്റെതായ ഭക്തികൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിധങ്ങൾ, ഞാൻ ആരാധിക്കുന്ന വിധങ്ങൾ, ഞാൻ ബലിയർപ്പിക്കുന്ന വിധങ്ങൾ, ഇതൊക്കെ വചനത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമരിയാക്കാരി സ്ത്രീയെ യേശു കണ്ടുമുട്ടിയപ്പോൾ യേശു പറഞ്ഞു, ആരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്? പിതാവ് അന്വേഷിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ. അതിനപ്പുറത്തുള്ള ആരാധകരെ ദൈവം അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ആരാധന സത്യത്തിലും ആത്മാവിലും ആകണമെങ്കിൽ എൻ്റെ ദൈവത്തെ എനിക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആരാധന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നിന്ന് എടുത്താൽ ചുംബിക്കുക എന്നുള്ളതാണ്. ഒരു ചുംബനം സ്നേഹത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ്. ആരാധന ഒരു ചുംബനമായിട്ട് നമ്മൾ കാണുന്നത് എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ബാഹ്യമായ പ്രകടനമാണ് ആരാധന. അപ്പോൾ അങ്ങനെ ഞാൻ സ്നേഹിക്കുകയും ആ സ്നേഹിക്കുന്ന ഫലമായിട്ട് ദൈവത്തെ ചുംബിക്കുന്ന ആ അനുഭവമാകുന്ന ഒരു ആരാധനയിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ ആദ്യം ഞാൻ ദൈവത്തെ അറിഞ്ഞിരിക്കണം. ഈ അറിവില്ലായ്മയാണ് എന്നെ എൻ്റെതായ വിധത്തിലുള്ള ആരാധനാക്രമങ്ങളിലേക്കും
ബലികളിലേക്കും നേർച്ച കാഴ്ചകളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും സത്യദൈവത്തെ അല്ലാത്ത മറ്റുള്ളവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കാരണം ഈ ദൈവത്തോടുള്ള അറിവില്ലായ്മ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവായ ദൈവം പറയുന്നു, എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അതായത് ആദ്യം മനുഷ്യൻ ചെയ്തത് അവൻ്റെ സന്തതികൾ മുഴുവനും, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന മനുഷ്യരാശി മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തെ ഉപേക്ഷിച്ച്, അതായത് ജീവന്റെ വൃക്ഷത്തെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളുടെ പിന്നാലെ പോയിരിക്കുന്നു. നമുക്കറിയാം, പൊട്ടക്കിണറ്റിൽ വെള്ളമില്ല. ഒരാൾ കിണറ്റിൽ പോയി നോക്കുന്നത് അവൻ്റെ ദാഹം ശമിപ്പിക്കാനാണ്. വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ദാഹം, എൻ്റെ വിശപ്പ്, എൻ്റെ സംതൃപ്തി എനിക്ക് തരാൻ സാധിക്കാത്ത കാര്യങ്ങളിലേക്ക് ഞാൻ പോകുക. അത് എൻ്റെതായ വിധത്തിലുള്ള ആരാധനകളായിരിക്കാം, പ്രാർത്ഥനകളായിരിക്കാം, ബലികളായിരിക്കാം, ആചാര അനുഷ്ഠാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ജഡികമായ സുഖങ്ങളായിരിക്കാം. ഞാൻ എവിടെയോ സംതൃപ്തി അന്വേഷിച്ച് പോകുന്നു. അതിൻ്റെ കാരണം യഥാർത്ഥ സംതൃപ്തി തരുന്ന ദൈവത്തിൻ്റെ ആ ജീവജലത്തിൽ നിന്നും ഞാൻ വിട്ടുപോയി. സങ്കീർത്തനം 16:12 പറയുന്നു, ദൈവത്തിൻ്റെ വലത്ത് കൈയിലാണ് സുഖങ്ങളിരിക്കുന്നത്. There are pleasures in the right hand of God. ആ കർത്താവിലേക്ക് വന്ന് യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം പുലർത്താതെ ഇരിക്കുമ്പോൾ നമ്മൾ സുഖങ്ങൾ അന്വേഷിച്ച്, സന്തോഷം അന്വേഷിച്ച്, സംതൃപ്തി അന്വേഷിച്ച് പലതിൻ്റെ പിന്നാലെ പോകുന്നു. പണത്തിൻ്റെ പിന്നാലെ പോകുന്നു, പ്രസക്തിയുടെ പിന്നാലെ പോകുന്നു, പ്രാർത്ഥനയുടെ പിന്നാലെ പോകുന്നു, ആരാധനയുടെ പിന്നാലെ പോകുന്നു, ആചാരങ്ങളുടെ പിന്നാലെ പോകുന്നു. ഇതൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥമായ ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥ. അതാണ് പാപം. എ ബ്രോക്കൻ റിലേഷൻഷിപ്പ്, വിച്ഛേദിക്കപ്പെട്ട, ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഒരവസ്ഥ. യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നു, ആകാശങ്ങളെ കേൾക്കുക, ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂമിയെ ശ്രദ്ധിക്കുക. കർത്താവായ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എനിക്കെതിരെ മത്സരിച്ചു. കാള തൻ്റെ ഉടമസ്ഥനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രയേൽ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. പാപം നിറഞ്ഞ ജനത, അനീതിയുടെ ഭാരം ചുമക്കുന്ന ജനസമൂഹം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുഷ്ടത പ്രവർത്തിക്കുന്ന പുത്രന്മാർ. അവർ എന്നെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിച്ചു, അവിടുത്തെ വിട്ടു പിന്മാറിയിരിക്കുന്നു. കർത്താവ് ഇന്ന് ദുഃഖത്തോടുകൂടി താൻ സൃഷ്ടിച്ച മനുഷ്യരെ നോക്കി പറയുന്ന ഒരു കാര്യമാണത്. മനുഷ്യൻ്റെ തിന്മയാണ് ഇവിടെ പറയുക.